അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തരിയൊന്നുമില്ലാത്ത അപ്പം, പത്തിരി, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ അളവിലാണ് എല്ലാം അളന്നെടുക്കുന്നത്. രണ്ടാമത്തെ ഗ്ലാസ് പച്ചരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കാം. മൈദ മാവ് ചേർക്കുന്നത് ഉണ്ടാക്കുന്ന പലഹാരം വിണ്ട് കീറാതെ കലകളൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൈദ മാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മാവ് അളന്നെടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കുന്ന പലഹാരം നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മാവ് അളന്നെടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പശു പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. പാല് ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിലും 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പശുവും പാലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എനിക്ക് പകരമായിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയല്ലേ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്ത മാവ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. പെട്ടെന്ന് തന്നെ മാവ് റെഡിയായി കിട്ടും. ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരും, അതൊന്നും കുഴപ്പമില്ല. എല്ലാം ഒന്ന് മാവ് റെഡിയായി കിട്ടുന്ന സമയത്ത് കട്ടകളെല്ലാം മാറിക്കോളും. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ മാവ് റെഡിയായി വരുന്നുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, പാനിൽ നിന്ന് മാവ് നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിന് നമ്മൾ തയ്യാറാക്കി എടുത്ത മാവ് ആ ചൂടോട് കൂടി തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചില ഉണ്ടോ ഒരു തടിത്തവി ഉണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പം നല്ല ചൂടല്ലേ, അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം ഞാൻ മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് നിലക്കടല ഇട്ട് കൊടുക്കാം. മാവ് അളന്നെടുത്തത് കൊണ്ടാണ് ഗ്ലാസിൻ്റെ അളവിൽ തന്നെ എല്ലാം അളന്നെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് പൊടിച്ചു കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഏലക്ക ഇപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റിൽ ഏലക്കപ്പൊടി ചേർക്കുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊട്ടുകടലയും നിലക്കടലയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കുക. ചെറിയ ചെറിയ തരികളോട് കൂടി അങ്ങ് പൊടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് നിലക്കടല തന്നെ എടുക്കുക. നിലക്കടല പൊടിച്ചെടുക്കുന്ന സമയത്ത് പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഇറങ്ങി വരും. ഇപ്പം ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് റെഡി എടുത്ത അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇടികല്ല് കൊണ്ട് കുത്തി പൊട്ടിച്ച് എടുത്തിട്ടുള്ളതാണ്. ഞാൻ എല്ലാം ഗ്ലാസ് അളവിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര എടുക്കാം. ഇപ്പം ഞാനേത് അത്യാവശ്യം ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് ശർക്കര കൂടി എടുക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്.
ഇനി ഇത് അരിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ല. കല്ലും മണ്ണും ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അരിക്കാതെ ചെയ്യുക. അപ്പോൾ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ഗ്ലാസ് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ചെറുതായിട്ട് ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ആ കുരു മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ കുരു നമ്മൾ നിലക്കടലയും പൊട്ടുകടലയും പൊടിച്ച സമയത്ത് അതിലേക്ക് ചേർത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പൊട്ടുകടലയും നിലക്കടലയും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു അയഞ്ഞ പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടിയാവാൻ പാടില്ല. ഈ ഒരു പരുവം ആവുന്ന സമയത്ത് നമ്മൾ ഓഫാക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ ചൂട് ഇതാ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കുക. ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള മാവ് എടുക്കുക. എന്നിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. മാവ് ജസ്റ്റ് ഇതുപോലെ പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പം ഞാൻ എന്താ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എണ്ണ തടവി കൊടുക്കുക. ഉരുട്ടിയെടുത്ത മാവ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു ഷീറ്റ് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിൻ്റെ ചൂട് മാറിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരറ്റത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മുടെ ഷീറ്റ് ഇങ്ങനെ ഒന്ന് അടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുക. പെട്ടെന്ന് ഈസി അല്ലേ, ഒരു അച്ചിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ഇതായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു അച്ചിൻ്റെയും ഒന്നും തന്നെ ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പ്ലാസ്റ്റിക് ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വാഴയിലയിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. അടുത്ത രീതി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ ഇതുപോലത്തെ കുഴിയുള്ള ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് ഈ മാവ് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക. സ്പൂണിൽ നിന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കുഴി പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി എടുത്ത ഫില്ലിങ് ഇതുപോലെ ഉരുട്ടിയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതിലൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പൂണിൻ്റെ മറുവശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു പ്രയാസമില്ല. നല്ല കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ ഇതാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എന്താ ഒരു സ്റ്റീമറിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയില വേണമെന്നൊന്നുമില്ല, കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാഴയില വെച്ച് കൊടുക്കുന്നത്. മാത്രമല്ല വാഴയില ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഇറങ്ങി കിട്ടുകയും ചെയ്യും. സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അപ്പം ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടാണ്. ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് നമുക്കിത് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ആവിയേറ്റ് എടുത്തത് മാറ്റിയതിന് ശേഷം അടുത്തത് വെച്ച് കൊടുക്കുകയാണ്. ഒരു അച്ചിൻ്റെ ഒന്നും സഹായമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും.
കുറച്ച് അകത്തി വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മളിതും 10 മിനിറ്റ് ഇത് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ആദ്യം ആവിയേറ്റി വേവിച്ചെടുത്തതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും പൊട്ടി ഒന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. മാവ് കുഴയ്ക്കുകയോ മാവ് കിണ്ടിയോ മാവ് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ മാവ് കിണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റും ആണ്. ഇപ്പം ഇതിൻ്റെ ചൂടും ഇതാ മാറിയിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്